ദൈവത്തെ വാഴ്ത്തുന്നു. प्रिय भाइयों, आज प्रभु ने अच्छा एक मौका दिया संगति के लिए, इसके लिए मैं धन्यवाद देता हूँ। ഇന്ന് രാത്രിയില് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. आज का वचन का वर्णन के लिए लूका का पुस्तक 23वां अध्याय उसका 39 से लेकर 43 तक का वाक्य हम पढ़ेंगे। തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റേവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. 39 से 43 पढ़ेंगे। जो कुकर्मी लटकाए गए थे उनमें से एक ने उसकी निंदा करके कहा, क्या तू मसीह नहीं तो फिर अपने आप को और हमें बचा। इस पर दूसरे ने उसे डांट कर कहा, क्या तू परमेश्वर से भी नहीं डरता? तू भी तो वही दंड पा रहा है और हम तो न्यायानुसार दंड पा रहे हैं, क्योंकि हम अपने कामों के ठीक फल पा रहे हैं। पर इसने कोई अनुचित काम नहीं किया। तब उसने कहा, हे यीशु, जब तू अपने राज्य में आए तो मेरी स्तुति लेना। उसने उससे कहा, मैं तुझसे सच कहता हूँ कि आज ही तू मेरे साथ स्वर्गलोक में होगा। നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണം അനേക മർമ്മങ്ങൾ നിറഞ്ഞതാണ്. हमारा प्रभु का क्रूस का मृत्यु बहुत रहस्य से भरा हुआ बातें है। അനേക ആഴമേറിയ സത്യങ്ങൾ നിറഞ്ഞതാണ്. उसमें उस क्रूस का मृत्यु में बहुत से गहराई की बातें छुपा हुआ है। ക്രൂസിലേക്ക് നോക്കുമ്പോൾ എല്ലാ ദൈവിക വെളിപ്പാടുകളും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. और उस क्रूस की ओर अगर हम देखेंगे तो परमेश्वर की ओर का जो भी प्रकाश है और प्रकटीकरण है, परमेश्वर आपको प्रकट करके देगा। ക്രൂസിലേക്ക് നോക്കുമ്പോൾ അവിടേക്ക് നോക്കിയവരാരും ലജ്ജിപ്പാൻ ഇടയായിട്ടില്ല. और क्रूस की ओर जो भी देखेगा उसको कोई लज्जित नहीं होगा। അങ്ങനെ ദൈവം നിത്യതയിലെ തന്റെ ജ്ഞാനത്തിൽ പദ്ധതിയിട്ട ഒന്നാണ് തന്റെ പുത്രന്റെ ക്രൂശ് മരണം. और परमेश्वर ने जो अनंतता में जो प्लान किया हुआ एक बात था प्रभु यीशु मसीह का या अपना पुत्र का मृत्यु का विषय में, क्रूस पे मरने का विषय। അതെ, അതിന് അനേക വശങ്ങളുണ്ട്. बहुत बहुत अलग अलग नजरिया है। അതെ, അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. और वो सब हमारा उद्धार के लिए था। നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് പിതാവിനെ എല്ലാ അർത്ഥത്തിലും പ്രസാദിപ്പിക്കുകയും ചെയ്തു. और जब वो हमारा उद्धार के लिए यीशु मसीह मनुष्य का उद्धार के लिए कार्य कर रहा था, उसी समय में यीशु मसीह पिता का इच्छा को भी पूरा कर रहा था। ഈ സംഭവം നോക്കിയാട്ടെ, ക്രൂസിൽ യേശു കർത്താവിനെ മാത്രമല്ല ക്രൂശിച്ചത്, അവനെ ലജ്ജിപ്പിക്കേണ്ടതിന് വേണ്ടി രണ്ട് ദുഷ്പ്രവർത്തിക്കാരായ കള്ളന്മാരെ കൂടെ ഇടത്തും വലത്തും ക്രൂശിച്ചു. तो यहाँ पर आज का एक घटना जब वाक्य में पढ़ते समय में, क्रूस पे जब यीशु को टंगाते समय में उनको अकेला नहीं टंगाया, बल्कि यीशु को और निंदित करने के लिए यीशु के आजू बाजू में दो कुकर्मियों को भी लटकाया। അതെ, നമ്മുടെ കർത്താവിന് എല്ലായിടത്തും പ്രതികൂലമായിരുന്നു. हमारा प्रभु को सब तरह का या सब रीति से बुरा परिस्थिति या परिणाम उनको झेलना पड़ा। അതെ, അവന് അനുകൂലമായ ഒരു സാഹചര്യവും ലഭിച്ചില്ല. और उनका फायदे के लिए कोई भी परिस्थिति नहीं था, सब परिस्थिति उनके खिलाफ था। അവന് നമ്മെ പ്രതിയാണ് ക്രൂശിൽ കഷ്ടം അനുഭവിച്ചത്. और प्रभु हमारे विषय में था, क्रूस पे कष्ट सहा। അവിടെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. और उन्होंने हमें परमेश्वर के साथ मेल मिलाप किया। അപ്പോൾ തന്നെ ക്രൂശിൽ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരിൽ ഒരാളെ കൂടെ രക്ഷിക്കുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. उतना ही नहीं, ये सब कार्य करते समय में उसके बीच में प्रभु ने उस क्रूस में एक व्यक्ति को, एक पापी को भी बचाया। ഈ സംഭവം
ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. इस बात को अगर थोड़ा ध्यान से अगर हम देखेंगे तो कुछ बातें को हमें सीखने को मिलेगा. ഇവൻ ദുഷ്ടനായിരുന്നു, ദുഷ്പ്രവർത്തിക്കാരനായിരുന്നു, കള്ളനായിരുന്നു. ये एक दुष्ट था, कुकर्मी था और चोर था. അവന്റെ ആയുസ് മുഴുവനും ആ രീതിയിൽ ജീവിച്ച് അതിനുള്ള ശിക്ഷയായിട്ടാണ് അവന് ക്രൂശ് മരണം കിട്ടിയത്. और उम्र भर ये कुकर्मी और बुरा काम कर रहा था, जिसके वजह से आज उस समय में उसको अंतिम में ये क्रूस का सजा मिल रहा है. എന്നാൽ നോക്ക, അവന്റെ മരണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അവൻ കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ വരുന്നു. परंतु यहाँ पर हम क्या देखते हैं, मृत्यु के कुछ क्षण पहले ही या मरने के थोड़ी देर पहले ही जो समय बचा था उसमें से थोड़ा समय में ही प्रभु के साथ वो रिश्ता जोड़ लिया. അതെ, അവൻ ഗ്രഹിച്ചിരുന്നു ഈ യേശു ഇന്ന് അവൻ ക്രൂസിൽ ശിക്ഷിക്കപ്പെടുന്നു എങ്കിലും അവൻ ഒരു നാൾ രാജ്യത്വം പ്രാപിക്കുമെന്ന് ഈ കള്ളൻ വിശ്വസിച്ചു. और ये चोर ने विश्वास किया कि भले ही वो आज वो सजा भुगत रहा है, लेकिन एक दिन वो राज्य प्राप्त करेगा. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. 43-ാം വാക്യം ഇങ്ങനെ കർത്താവ് പറഞ്ഞു, യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. और 43 में यीशु वहां पर कहता है कि मैं सच सच कहता हूँ कि तू आज मेरे साथ परदेसा या स्वर्ग लोक में रहेगा. അതെ, നമ്മുടെ കർത്താവ് എല്ലായിടത്തും പ്രതികൂലങ്ങൾ മാത്രം സഹിച്ചു എന്ന് ഞാൻ പറയുകയുണ്ടായി. जैसा मैंने पहले भी कहा, हमारा प्रभु सब जगहों से चारों तरफ से अपना विरुद्ध परिस्थिति को ही झेल रहा था. യെശയ്യാ പ്രവാചകന് അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ഐസായ 53 का 2 पढ़े. क्योंकि वह उसके सामने अंकुर की नाई और ऐसी जड़ के समान उगा जो निर्जल भूमि में फूट निकले. उसकी ना तो कुछ सुंदरता थी कि हम उसको देखते, और ना उसका रूप ही हमें ऐसा दिखाई पड़ा कि हम उसको चाहते. ഇതെന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യം ദൈവം ഒരുക്കിയത്? और ये सब इस तरह का परिस्थिति क्यों परमेश्वर ने यीशु के ऊपर लाया? ഉത്തരം ഇതാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലുണ്ട്. ഇങ്ങനെയാണ് 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. प्रभु हमारे लिए इस रीति से कष्ट क्यों सहा? उसका जवाब यह है, हम 1 पत्रोस 2:21 में जब पढ़ते समय में आप देखते हैं, 2:21 पढ़े. और तुम इसी के लिए बुलाए गए हो, क्योंकि मसीह भी तुम्हारे लिए दुख उठाकर तुम्हें एक आदर्श दे गया है कि तुम भी उसके पद चिन्हों पर चलो. ഓക്കെ, നാം ജീവിക്കുന്ന ലോകം വക്രതയും കോട്ടവും നിറഞ്ഞ ലോകമാണെന്ന് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു. और फिलिपियों का पुस्तक में हम पढ़ते हैं, जो दुनिया में हम जी रहे हैं बहुत ही दुष्टता से भरा हुआ दुनिया है. അതെ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, फिलिपियों का पुस्तक 2:14 में हम पढ़ते हैं. ഇങ്ങനെയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവേൻ. 14-15 पढ़े फिलिपियों 2 का. सब काम बिना कुड़कुड़ाए और बिना विवाद के किया करो, ताकि तुम निर्दोष और बोले होकर टेढ़े और हठीले लोगों के बीच परमेश्वर के निष्कलंक संतान बने रहो, जिनके बीच में तुम जीवन का वचन लिए हुए जगत में जलते दीपकों की नाई दिखाई देते हो. बस. ഓക്കെ, അപ്പോൾ നമ്മുടെ കർത്താവ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ക്രൂസിൽ ചെയ്ത് തികയ്ക്കുകയായിരുന്നു. हमारे प्रभु यीशु मसीह क्रूस पे बहुत ही एक मूल्यवान कार्य पूरा कर रहा था. അവിടെ എന്തിനാണ് ഈ കള്ളന്മാരെ കൂടെ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകാം. तो उसी समय में 2 चोरों को भी उनके पास क्यों लाया, ऐसा सवाल आ सकता है. അതിന്റെ ഉത്തരമാണ്, കർത്താവ് പ്രതികൂലത്തിന്റെ മധ്യത്തിലാണ് ജീവിച്ചതും എല്ലായ്പ്പോഴും അവന് പ്രതികൂലം മാത്രമായിരുന്നു.
और उसका जवाब यह है कि हम जानते हैं कि प्रभु अपना जिंदगी में पूरा समय में कष्ट और विपत्ति के बीच में ही परिस्थितियों में जी रहा था, നമുക്കൊരു മാതൃകയ്ക്ക് വേണ്ടിയുമായിരുന്നു. और वो ये सब परिस्थितियां हमारे लिए एक आदर्श के लिए था. ഇനി അവന്റെ പാദങ്ങളെ പിൻപറ്റുന്നവരായ നമുക്കുള്ള മാതൃകയാണ് ഫിലിപ്പി ലേഖനത്തിൽ നാം വായിച്ചത്. और हम भी उनके पद चिन्हों में चल सके, उसके लिए जो रास्ता बताकर दिया है वही है जो हम लोग फिलिपियों का पुस्तक 2:14-15 में पढ़ा. സാധാരണഗതിയിൽ ഒരു വിശ്വാസിയുടെ ഉള്ളത്തിൽ ഒരു ചിന്തയുണ്ടാകാം, साधारण रीति से विश्वासियों के मन में एक सवाल आ सकता है, നാം ദൈവത്തിന്റെ മക്കളാണ്, നമ്മുടെ സാഹചര്യമെല്ലാം നമുക്ക് അനുകൂലമായി തന്നുകൂടെ? हम लोग तो परमेश्वर के बच्चे हैं, फिर हमारा सारा जीवन का परिस्थिति सब भला और अच्छा ही होना चाहिए ना? അത് എല്ലായ്പ്പോഴും സമാധാനവും അതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുമായ ഒരു ജീവിതം നമുക്ക് ദൈവം തന്നുകൂടെ? क्या परमेश्वर, क्योंकि परमेश्वर के बच्चे हैं इसलिए हर समय में हमें शांति से और खुशी से जीने का परिस्थिति क्यों नहीं देता? അതിന്റെ ഉത്തരം ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്. उसका जवाब इसी वाक्य में हम पढ़ सकते हैं. അവിടെ ആ വക്രതയും കോട്ടവും ഉള്ളവരുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോഴും നാം നിഷ്കളങ്കരും അതെ അനിന്യരും പരമാർത്ഥികളും ആകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर का ये आग्रह है कि ताकि हम लोग निर्दोष और भोले होकर ये टूटे और हटीले लोगों के बीच में परमेश्वर के लिए निष्कलंक संतान बनकर रहे. ഓക്കെ, ഇത് എപ്രകാരമെന്ന് കർത്താവ് ഒരിക്കല് ഒരു ഉപമയിലൂടെ പറയുകയുണ്ടായി. और ये किस रीति से है, प्रभु ने एक दृष्टांत के द्वारा प्रभु ने बताया है. നമുക്ക് പരിചയമുള്ള ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. हम लोग अच्छी तरह से जानते हैं मत्ती का सुसमाचार 13 अध्याय में. അവിടെ 13-ാം അധ്യായത്തിന്റെ 24 മുതൽ നമ്മൾ വായിക്കുമ്പോൾ उसका 24वां वाक्य से जब हम पढ़ते समय में, അതെ, ഒരു മനുഷ്യന് വയലില് വിത്ത് വിതച്ചു. हम देखते हैं कि एक मनुष्य ने उसने खेती में उसने बीज बोया. അവൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കള വിതച്ചു. और हम जानते हैं कि जब वो जब सो गया था तो क्या हो गया, दुष्ट ने आकर बुरा बीज को बोया. ഓക്കെ, എന്നാല് ദാസന്മാര് വന്ന് വീട്ടുടയവനോട് പറഞ്ഞു, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്, കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. और फिर 27वां वाक्य में वहां पर देखो, उसके गृहस्थ के दास लोग उसको आकर पूछते कि स्वामी, क्या हमने तो अच्छा बीज बोया था, फिर कैसा जंगली दान उसके दानों में उसके बीच में उगकर आया? അതെ, 28-ാം വാക്യത്തില് ഞങ്ങൾ അത് പോയി പറിച്ച് കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ചോദിക്കുന്നു. और फिर वो लोग पूछते हैं कि प्रभु क्या इजाजत है क्या कि हम लोग जाकर उसको बटोरे? അപ്പോൾ യജമാനൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോരും, അതുകൊണ്ട് രണ്ടും കൂടെ കൊയ്ത്തോളം ഒരുമിച്ച് വളരട്ടെ എന്ന് പറയുന്നു. तो प्रभु 19:29 में कहता है कि उन्होंने कहा ऐसा नहीं, क्योंकि जंगली दानों को बटोरते समय में गेहूं भी उखड़ जाएगा, इसलिए इंतजार करो करके बोलता है. പിന്നീട് കൊയ്ത്താകുമ്പോൾ കള മുൻപേ പറിച്ചു കൂട്ടി ചുട്ടുകളയും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. और फिर 30वां वाक्य में पढ़ते समय में प्रभु कहता है कि जब कटनाई का समय आएगा, काटने समय में हम क्या करेंगे, जंगली दानों को हम लोग उठाकर इकट्ठा करेंगे, बटोरेंगे और फिर उसको रखकर जला देंगे. കോതമ്പ് കളപ്പുരയിൽ സൂക്ഷിക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. और उतना ही नहीं, जो गेहूं का जो बीज रहेगा उसको इकट्ठा कर हम उसको संभालेंगे. ഈ ഉപമയുടെ അർത്ഥം 38-ാം വാക്യം മുതൽ കർത്താവ് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. और इसका अर्थ को हम 38 वाक्य से हम लोग पढ़ते समय में हम देख सकते हैं. ഓക്കെ, നമുക്കതറിയാം. അതായത് നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരാണ്. और 38 में हम जानते हैं जो बीज, अच्छा बीज जो है राज्य के संतान के लोग हैं. ഇനി കള ദുഷ്ടന്റെ പുത്രന്മാരാണെന്നും അത് വിതച്ച ശത്രു പിശാചാണെന്നും കൊയ്ത്ത് ലോകാവസാനമാണെന്നും കാണുന്നു. और हम वहां पर हम बोलते हैं कि जो जंगली बीज जो है वो दुष्ट है, और जो जिसने बीज दुष्ट और शत्रु जिसने बीज बोया वो शैतान है, और कटनाई मतलब दुनिया का अंत है. ഓക്കെ, ഇതിന്റെ അന്ത്യവും നമുക്ക് ഈ അധ്യായത്തിലെ വ്യക്തമായി നമുക്ക് വായിക്കാൻ കഴിയും. और इसका अंत कैसा है करके हम लोग ने उसको स्पष्ट रीति से हमने देखा.
അപ്പോൾ ദുഷ്ടതയും വക്രതയും എല്ലാം ഉള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. तो जैसा आपने पढ़ा, हम लोग एक दुष्ट और एक भ्रष्ट दुनिया में हम जी रहे हैं. ഇവിടെ നാം എന്തുകൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കണം? और ऐसे समय में हम लोग क्यों निष्कलंक होकर जीना चाहिए? നമ്മൾ വായിച്ചല്ലോ ഫിലിപ്പി ലേഖനത്തില്, വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നമ്മൾ അനിന്യരും നിഷ്കളങ്കരും ഹൃദയപരമാർത്ഥതയുള്ളവരായിട്ട് ജീവിക്കണമെന്നാണ്. हमने जैसा फिलिपियो में हमने पढ़ा था कि ताकि तुम फिलिपियो 2:15 में, ताकि तुम निर्दोष और भोले होकर टूटे और हटीले लोगों के बीच में निष्कलंक रीति से हम जिए. ഓക്കെ, അതിന്റെ ഉത്തരവും നമ്മൾ ആദ്യം വായിച്ച കർത്താവിന്റെ ക്രൂശ് മരണത്തിങ്കിൽ തന്നെ ഉണ്ട്. और उसका जवाब भी हमने वो प्रभु का क्रूस का मृत्यु का वाक्य में पढ़ते समय में वहां पर उसका जवाब को देखते हैं. 46 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 46 വാക്യം लूका 23:46 इस तरह पढ़ते हैं. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. पढ़ेंगे 46-47. और यीशु ने बड़े शब्द से पुकार कर कहा, हे पिता, मैं अपनी आत्मा तेरे हाथों में सौंपता हूँ. और यह कहकर प्राण छोड़ दिए. सुबेदार ने जो कुछ हुआ था देखकर परमेश्वर की बड़ाई की और कहा, निश्चय यह मनुष्य धर्मी था. കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ കർത്താവിനെ ക്രൂശിക്കാൻ പട്ടാളക്കാർക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയെല്ലാം ചെയ്ത വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ. अभी यहाँ पर ये सूबेदार के बारे में जो 47 में आप पढ़ते हैं, ये कौन है? उस समय के सारा सेनाओं को और अधिकारियों को उसने बोला था कि किस तरह लोग गुनहगारों को क्रूस पे चढ़ाना है, कीले ठोकने हैं, ये सब आज्ञा देने वाला अधिकारी था ये सूबेदार. എല്ലാ അർത്ഥത്തിലും കർത്താവിന് എതിരായി നിന്ന മനുഷ്യനാണ്. मतलब वो जब यीशु को जब क्रूस पे चढ़ाते समय में सब बातों में जब वो देखते समय में यीशु के खिलाफ था. എന്നാൽ കർത്താവ് തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ വാക്കുകളോടെ അവസാനമായി മരിക്കുമ്പോൾ, മരിച്ചു കർത്താവ് പ്രാണനെ വിട്ടപ്പോൾ ആണ് ശതാധിപൻ പറഞ്ഞ കാര്യം. परंतु जब प्रभु आखिर में जब वो पिता से कहता है कि मैं मेरा आत्मा को तुझे सौंपता हूँ बोलकर जब वो अपना प्राण को छोड़ दिया, तब सूबेदार ने वाकई 47 में वहां पर गवाही देता है. അതെ, അവൻ സമ്മതിച്ചു ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. और उसने गवाही दिया, कहा कि ये निश्चय में ये मनुष्य धर्मी है എന്ന് പറഞ്ഞ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ऐसा बोलकर वो परमेश्वर का बड़ाई किया. ഇതാണ് പ്രതികൂലങ്ങളിലൂടെ ഒരു ദൈവപൈതൽ കടന്നു പോകുന്നതിലൂടെ ദൈവ തിരുനാമം മഹത്വപ്പെടുവാനിടയാകും. यही है, हम लोग बुरा परिस्थितियों जब हमारे खिलाफ आते समय में भी उस समय में जीते समय में परमेश्वर महिमा लेता है. ഹലോ, यस ഓക്കെ, നാം ചിന്തിക്കും എന്തിനാണ് നമുക്ക് വേദനയും പ്രതികൂലവും തരുന്നത് എന്ന്. तो हम लोग फिर सोचेंगे ऐसा इस तरह का दर्द वेदना और कष्ट क्यों प्रभु हमको दे रहा है. എന്നാൽ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. परंतु क्रूस की ओर देखते समय में एक बहुत अच्छा जवाब हमको उसके बारे में मिलता है. അതിനുവേണ്ടിയാണ് വക്രതയും കോട്ടവും ഉള്ള തലമുറയിൽ നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. इसीलिए प्रभु ने हमें एक टूटे और एक हटीले लोगों के बीच में हमें प्रभु ने रखा है. അതെ, നമുക്കും നമ്മുടെ ഇവിടെ നമുക്ക് അവസാനമായി രക്ഷിക്കപ്പെട്ട ആ കള്ളൻ അവൻ ക്രിസ്തുവിനെ കാണുന്നത്. हम देखते हैं कि ये उस क्रूस में जो आखिरी में बच गया था वो चोर भी प्रभु को देख रहा है. ശതാധിപനും അവസാന നിമിഷത്തിലാണ്, അവൻ മരിച്ചില്ല എങ്കിലും അവനെ ക്രിസ്തുവിനെ കണ്ട് വിശ്വസിക്കാൻ കാരണമായി. और वो सूबेदार भी यीशु को आखिरी समय में वो देख रहा है, भले वो मरा नहीं परंतु वो प्रभु को देख रहा है और वो पश्चाताप कर रहा है. ഈ നിലയിൽ ദുഷ്ടത നിറഞ്ഞ ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. इस तरह एक टूटे और हटीला दुष्ट लोगों का समाज हमारे बीच में है. ദുഷ്ടതയും അതുപോലെ തന്നെ വക്രതയും പാപവും ചെയ്യുന്ന അനീതിയുള്ള അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
इस तरह टुटेला हटीला पाप करने वाला और दुष्ट लोग हमारे आसपास है। അതാണ് നമ്മള് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ഉപമയിലൂടെ കണ്ടത്. और वही बात हमने मत्ती का सुसमाचार 13 अध्याय में जो दृष्टांत में हमने पढ़ा था उसको हमने देखा। എന്നാൽ അവിടെ നിഷ്കളങ്കരായി ജീവിക്കുന്നതിലൂടെയാണ് ദൈവതിരുനാം മഹത്വപ്പെടാൻ കാരണമാകുന്നത്. और हम लोग जब उस ऐसे टेढ़े लोगों के बीच में हम लोग जब निष्कलंक रीति से जब जीने रहते हैं तब पिता परमेश्वर का नाम का महिमा होता है। അത് എങ്ങനെയാണ്? और वो कैसा होगा? അതെ, നാം ആണ് അതെ ഇന്ന് അതെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. जैसा प्रभु ने कहा तुम लोग जगत के ज्योति हो। അതെ, ഈ ലോകം അന്ധകാരം നിറഞ്ഞതാണ്. और ये दुनिया अंधकार में भरा हुआ है। എന്നാൽ ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. परंतु परमेश्वर ने हमें अंधकार से अद्भुत ज्योति की ओर लेकर आया। ഈ ഇങ്ങനെ വിളിക്കപ്പെട്ട ദൈവ പൈതങ്ങളുടെ ജീവിതം വളരെ പ്രാധാന്യമേറിയതാണ്. इस तरह बुलाए हुए अलग किए हुए लोगों का जीवन बहुत ही मूल्यवान जीवन है। അവരെ എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്, അവരെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവരെ തങ്ങളെ തന്നെ അവരെ അന്യരും പരദേശികളും എന്ന് തങ്ങളെ തന്നെ എണ്ണി എന്നാണ്. उनके विषय में इब्रानियों का पुस्तक में पढ़ते हैं ये लोग जब इस दुनिया में जीते समय में अपने आप को अन्य और परदेशी बोलकर गिना। അങ്ങനെ എണ്ണിയവരെ കുറിച്ച് ദൈവം പറയുന്നത് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നു. और इस विषय में परमेश्वर ऐसे लोगों के विषय में गवाही देता है कि मैं उनका परमेश्वर बोलने में मैं लज्जित नहीं होता। എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, അവരോ 11:16 അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. 16 पढ़े। पर वे एक उत्तम अर्थात स्वर्गीय देश के अभिलाषी है, इसीलिए परमेश्वर उनका परमेश्वर कहलाने में उनसे नहीं लजाता, सो उसने उनके लिए एक नगर तैयार किया है। ओके, നാം ദൈവത്തിന്റെ മക്കൾ, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചതാണ്. हम लोग परमेश्वर के बच्चे हैं और हमारा आत्मा में नया जन्म हुआ है। നാം നിത്യതയുമായി ബന്ധപ്പെട്ടവരാണ്. हम लोग वो लोग हैं जो अनंतता के साथ जुड़े हुआ है। രാജ്യവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവരാണ്. हम लोग अनंत काल के राज्य के साथ हमारा रिश्ता है। നമ്മുടെ മരണം മാറിപ്പോയി, हमारा मृत्यु हट गया, നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോയി, हमारा ऊपर जो न्याय और दंड था वो हट गया। അതെ, വരുവാനുള്ളത് അന്വേഷിക്കുന്നവരാണ് നാം. हम लोग वो है जो आने वाले राज्य के बारे में खोजने वाले लोग हैं। അതെ, വരുവാനുള്ള നിത്യരാജ്യത്തെ പ്രതീക്ഷിച്ച് പ്രത്യാശിച്ച് കഴിയുന്ന ഒരു കൂട്ടം ജനമാണ് നാം. आने वाला राज्य जो एक दिन राज्य आने वाला है उस राज्य को वाट जोते हुए आशा में जी रहे हम। അവരുടെ ജീവിതം ഈ വക്രതയും ദുഷ്ടതയും ഉള്ളവരുടെ നടുവിലാണ്. और इस प्रकार के जीवन के लोग दुष्ट और छूटा और हटीले लोगों के बीच में जी रहे हैं वो लोग। അതെ, അവർ പല നിലയിലും നമുക്കെതിരെ വക്രതയും ദുഷ്ടതയും ഉപയോഗിച്ചേക്കാം. और ये दुष्ट लोग हमारे खिलाफ बहुत ही हमारे खिलाफ कार्य करेगा। എന്നാൽ ചിലപ്പോൾ ഈ ക്രൂശിലെ കള്ളനെ പോലെ അവസാന നിമിഷമായിരിക്കാം അവർ രക്ഷിക്കപ്പെടുന്നത്. और पता नहीं शायद जैसा ये क्रूस में जो चोर आखिरी क्षण में वो बच गया उसी तरह ये लोग भी बच सकते हैं। നമുക്കറിയാം രൂത്തിന്റെ പുസ്തകത്തില് രൂത്ത് എങ്ങനെയാണ് നവോമിയുടെ ജീവിതം കണ്ട് ആകർഷിക്കപ്പെട്ടത്. हमने जब रूत का पुस्तक में पढ़ते समय में हम देखते हैं कि रूत किस तरह नवोमी का जिंदगी को देखकर वो आकर्षित हो जाती है। അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, वो एक बात बोलती है, നിന്റെ ദൈവം എന്റെ ദൈവം, तेरा परमेश्वर मेरा परमेश्वर, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. तू जहां मरेगा वहां पर मैं भी मरूंगी। അതായത് നവോമി അനേക മരണത്തെ അഭിമുഖീകരിക്കുകയുണ്ടായി. बोला क्योंकि नवोमी ने बहुत सा मृत्यु को उसने देख लिया था। അതെ, ഭർത്താവ് മരിച്ചു, രണ്ട് ആൺമക്കൾ മരിച്ചു, उसका पति मर गया और फिर उसके दोनों बेटे भी मर गए। അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മനോവിഷമം നാം നോക്കിയാട്ടെ. इस तरह का स्त्री जो इतना कठिनाइयों से गया उसका मनोवस्था को देखे। ഈ സമയമല്ല ഇവൾ നിത്യനായ ഒരു ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു.
ऐसा सब समयों में वो एक अनंतता परमेश्वर पर भरोसा करके जी रही थी। എന്നാൽ രൂത്ത് മോവാബ്യ സ്ത്രീയാണ്. परंतु रूथ जो है वो एक मोआबी स्त्री है, വിഗ്രഹങ്ങളെ സേവിച്ച് ജീവിച്ചവര്. जो मूर्ति पूजा कर जीने वाले लोग, അതുപോലെ തന്നെ അസാൻമാർഗീയമായ ജീവിതം നയിച്ചിരുന്നവരായിരുന്നു. और एक अशुद्धता का जीवन, असामान्य बातों में विश्वास करके जीने वाले लोग. അതെ, ജീവനുള്ള ദൈവത്തെ കുറിച്ച് അവൾക്ക് അറിവില്ലായിരുന്നു. यहाँ तक कि एक जिंदा परमेश्वर है, जीवित परमेश्वर है, उसके बारे में कुछ नहीं जानती थी. എന്നാൽ നവോമിയിലൂടെയാണ് അവള് ജീവനുള്ള നിത്യനായ ഒരു ദൈവത്തെ കുറിച്ചുള്ള ബോധം രൂത്തില് ഉളവാകാനിടയായി. परंतु नवोमी का जिंदगी को देखकर या नवोमी का जीवन के द्वारा रूथ समझ गया कि एक सच्चा और एक जीवित परमेश्वर है. അതുകൊണ്ടാണ് അവള് നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. तो इसके लिए वो कह पाई नवोमी को देखकर कि देखो तुम्हारा परमेश्वर मेरा परमेश्वर, तुम्हारा लोग मेरा लोग है, और जिधर तुम मरोगी उधर मैं मरूंगी. അപ്പോൾ മരണത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കുന്ന ഒരു ദൈവത്തെ നവോമിയിലൂടെ രൂത്ത് കാണുവാനിടയായി. പിന്നെ പറയാം, ഒന്നുകൂടെ പറയാം. അതായത് മരണത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കുന്ന ദൈവത്തെ രൂത്ത് കണ്ടു. तो इस तरह रूथ ने एक बात देखा उस गवाही में कि हमें मृत्यु के पार भी उस बाजू में, मृत्यु के उस बाजू में भी एक जीवन है, उस बाजू की ओर का जीवन की ओर परमेश्वर है करके और हमें ले जाएगा करके ये बात रूथ ने देखा. और നിത്യനായ ഒരു ദൈവത്തെ അവൾ കണ്ടു നവോമിയിലൂടെ. क्योंकि उस नवोमी का जीवन के द्वारा एक सच्चा और एक नित्य परमेश्वर को देखा. കാരണം നവോമിയുടെ ദൈവം നിത്യദൈവമാണ്. क्योंकि नवोमी का परमेश्वर अनंतता का नित्य और अनंतकाल का परमेश्वर है. അതെ, നിന്റെ ദൈവം എന്റെ ദൈവം, तेरा परमेश्वर मेरा परमेश्वर. ഇത് कണ്ടത് പ്രതികൂലങ്ങളിലൂടെ നവോമി പോയപ്പോഴാണ് നവോമിയുടെ ദൈവത്തിലുള്ള ആശ്രയം രൂത്ത് ഒരുപക്ഷെ കണ്ടിരിക്കാം. और ये कभी हुआ जब नवोमी इस तरह का बुरा परिस्थितियों में जाते समय में, उस समय में रूथ ने नवोमी का जिंदगी कैसा चल रहा है देखकर उसने विश्वास किया. അതെ, നാം ക്രൂശിലേക്ക് ചെല്ലുമ്പോഴും അവിടെയും കാണുന്ന ഒരു യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. इस तरह हम लोग क्रूस की ओर भी देखते समय में एक सच्चाई को हम देखते हैं. അതെ, കർത്താവിന്റെ ക്രൂശ് മരണത്തിലും ശതാധിപൻ, ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെയും നമ്മൾ കാണുന്നത് ശതാധിപൻ എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. और लूका का पुस्तक 23वां अध्याय में जो उधर सूबेदार था, उसने किस तरह अपना गवाही को यीशु की बातों को देखकर वो गवाही देता है. നമ്മുടെ കർത്താവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ ഈ ശതാധിപൻ കണ്ടു. क्योंकि ये सूबेदार ने क्रूस पे चढ़ाया हुआ यीशु का उस आखिरी समयों में यीशु कैसा जिंदगी जी रहा है करके वो क्रूस में उस सूबेदार ने देखा. അതുപോലെ ക്രൂശ് മരണത്തിലെ ഓരോ രംഗങ്ങളും ഈ ശതാധിപൻ വ്യക്തമായി വീക്ഷിച്ചിരിക്കണം. और मैं विश्वास करता हूँ कि ये सूबेदार क्रूस में एक एक घटना क्या क्या हो रहा है करके उसने एकदम ध्यान से वो देख रहा था. അതെ, അതുകൊണ്ടാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായത്. जिसके वजह वो देखकर वो परमेश्वर का बड़ाई करने का कारण बना. അവൻ പറഞ്ഞൊരു കാര്യം, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. और वो कहने लगा निश्चय ये मनुष्य धर्मी है. അതെ, ഇങ്ങനെയുള്ള ഒരു ജീവിത മാതൃകയാണ് നമുക്ക് ക്രൂസിലേക്ക് നോക്കി പഠിക്കാൻ കഴിയുന്നത്. इस तरह एक जीवन का एक आदर्श को जब हम क्रूस की ओर देखते समय में हम देखकर सीख सकते हैं. അത് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. और हमारा प्रभु ने वो बातों को हमें सिखाया है. നമ്മുടെ ചുറ്റുമുള്ളവർ പല നിലയിലുള്ളവരായിരിക്കാം. क्योंकि हमारा परिस्थितियों में आजू बाजू के लोग किस अलग अलग तरीके के मनोभावना के लोग रहेंगे. അതെ, നമ്മെ വഞ്ചിക്കാൻ ഒരുങ്ങുന്നവരായിരിക്കാം. वो लोग हमेशा हमें धोखा देकर गिराने के लिए तैयारी में रहेंगे. അതെ, നമ്മുടെ കർത്താവ് തന്നെ കർത്താവിനെ ഹേരോദാവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഹേരോദാവ് അനേക നാളുകളായി യേശു കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. हम जानते हैं कि जब यीशु को पकड़वाया जाने के बाद अधिकारियों के पास लेकर गया, उसमें से एक अधिकारी था हेरोद. ये हेरोद बहुत समय से यीशु को से मिलने का आग्रह और इच्छा रखा था. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായത്തിൽ തന്നെയുണ്ടത്. और वो लूका का सुसमाचार 23वां अध्याय में ही है. वो എട്ടാം വാക്യം, उसका 8वां वाक्य में അവിടെ ഒരു പ്രത്യേകതയുണ്ട്. वहां पर एक खासियत को आप देखते हैं. അനേക നാളുകള്
ഹെരോദാവ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് യേശുവിനെ കളിയാക്കുവാനും യേശുവിനെ ദ്രോഹിക്കാനും വേണ്ടിയായിരുന്നു. और इतना सालों से वो यीशु को देखने के लिए इंतजार कर रहा था, क्योंकि एक दिन यीशु को पकड़कर उसका मजाक और ठट्टा उड़ाया और उसको सताए। എന്നാൽ ഹെരോദാവ് പലതും ചോദിച്ചിട്ടും യേശു കർത്താവ് ഒന്നും പറഞ്ഞില്ല. परंतु हेरोद ने जो जो सवाल पूछा, सवाल पूछने के बावजूद भी यीशु कुछ जवाब नहीं दिया। പിന്നീട് 11-ാം വാക്യം, ഹെരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. और 11 वाक्य पढ़ना। तब हेरोदोस ने अपने सिपाहियों के साथ उसका अपमान करके चिट्टों में उड़ाया और भड़कीला वस्त्र पहनकर उसे पिलातुस के पास लौटा दिया। 12-ാം വാക്യം ഇങ്ങനെയാണ്, वाक्य അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു, മുൻപേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. 12 पढ़ना। तब हेरोदोस ने अपने सिपाहियों के साथ उसी दिन पिलातुस और हेरोदेस मित्र हो गए, इसके पहले वे एक दूसरे के बैरी थे। അപ്പൊ നോക്ക്, പീലാത്തോസും ഹെരോദാവും അവര് തമ്മിൽ ശത്രുതയിലായിരുന്നു. अब जानते हैं कि हेरोदोस और पिलातोस के जीवन में वो लोग दोनों एक दूसरे के बैरी और शत्रु थे। എന്നാൽ യേശു കർത്താവിനെ വിസ്തരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവർ വീണ്ടും സ്നേഹിതന്മാരായി തീരും. परंतु यीशु के जीवन का गुनाहों का जांच पड़ताल करने की वजह से ये लोग दोनों मित्र हो गए। ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ നാമും കടന്നു പോകേണ്ടി വന്നേക്കാം. इस तरह का परिस्थितियों से हमें भी गुजरना पड़ सकता है। അപ്പോൾ നാം എന്ത് ചെയ്യണം? तो समय में हमें क्या करना है? അതെ, നാം നിത്യതയുമായി ബന്ധപ്പെട്ടവരാണ്. हम लोग अनंतता के साथ संबंधित लोग हैं। കാരണം നമ്മുടെ കർത്താവ് ക്രൂശ് മരണം കൊണ്ട് തീർന്നവനല്ല. क्योंकि हमारा प्रभु क्रूस पे मरकर खत्म नहीं हुआ। അവൻ ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തവരാണ്. बल्कि उन्होंने क्रूस को सहकर, क्रूस में विजय पाकर, पुनरुद्धार होकर पिता के दाहिने ओर जाकर बैठ गया। അതെ, എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ള പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളാനാണ് പറയുന്നത്. इसलिए इब्रानियों का पुस्तक 12:3 में जब पढ़ते समय में, इसलिए इस प्रभु पर हमें ध्यान करो जो इतने विरोधों पापियों के द्वारा और इतना विविध वाद विवाद जो सह रहा था, इसलिए इस यीशु को तुम ध्यान करो करके कहता है। നാം ആരെ ധ്യാനിക്കണം? അതായത് ക്രൂശ് മരണം ഒരവസാനമല്ല എന്നാണ് നാം ഗ്രഹിക്കേണ്ടത്. तो इसलिए अब ध्यान करते समय में क्या ध्यान करके समझना है? क्रूस का मृत्यु एक अंत नहीं था। ക്രൂസിനെ സഹിച്ചത് കൊണ്ടാണ് അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നത്. और क्रूस का दुख को सहकर उस पे पार होकर वो सिंहासन में परमेश्वर के दाहिने ओर जाकर बैठा। അതെ, ഈ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു ധ്യാനിക്കാനാണ് വചനം നമ്മെ ഉപദേശിക്കുന്നത്. और इस प्रभु को हमें ध्यान करना है करके वचन हमसे कहता है। അതെ, എന്തിനാണ് അവനെ ധ്യാനിക്കേണ്ടത്? उसको क्यों ध्यान करना है? അതായത് നമ്മുടെ ഉള്ളിൽ നാം ക്ഷീണിച്ചു മടുക്കുന്ന അവസ്ഥ ഉണ്ടാകാം. क्योंकि हमारे जीवन में ऐसा विषय आ सकता है जहां पर हम लोग कमजोर होकर हम लोग निराशमय हो सकता है। പ്രത്യേകിച്ച് ഈ അന്ത്യകാലത്ത് അതെ ആത്മീയ ജീവിതം നമുക്ക് അതെ ആരും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലഘട്ടമാണ്. क्योंकि हम लोग ऐसा एक आत्मिक दुनिया में जी रहे हैं जहां पर लोग आत्मिक विषयों को मूल्यता नहीं देता। അതെ, എവിടെയും അനീതി വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. सब जगह पर अधर्म बढ़ते जा रहा है। അതെ, എവിടെയും നമ്മെയും വഞ്ചിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. और हम ऐसा दुनिया में जी रहे जहां पर हमें धोखा देकर गिरा सकता है। ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ക്ഷീണിച്ചു പോകാം. इस तरह का परिस्थितियों में शायद हम लोग निराश हो सकते हैं। എന്നാൽ നാം ക്രൂസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ധൈര്യവും പ്രത്യാശയും ലഭിക്കുന്നുണ്ട്. परंतु क्रूस की ओर जब हम देखते समय में हमें धैर्य, हिम्मत और आशा बढ़ता है। അവിടേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ക്രൂസ് ഒന്നിന്റെ അന്ത്യമല്ലായിരുന്നു. वो वहां पर देखकर हमें एक बात समझ में आता है कि क्रूस प्रभु का अंत नहीं था। ഓക്കെ, അതിന്റെ അപ്പുറത്ത് പുനരുത്ഥാനമുണ്ട്. उसके आगे पुनरुत्थान भी है। അത് തേജസ്കരണമുണ്ട്. और उस तेजस में बैठाने का अवस्था भी है। കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. और वो सिंहासन पर परमेश्वर के दाहिने ओर जाकर बैठ गया।
ഈ കർത്താവിനെയാണ് നാം നോക്കേണ്ടത്. इस प्रभु को हमें ध्यान से देखना है. അതെ, ഇങ്ങനെ നോക്കിയവര് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. इस तरह देखने वाले पुराने नियम में भी लोग थे. അതെ, പഴയ നിയമത്തില് ഇതിന്റെ ഒരു നിഴലാണ്. അത് അബ്രഹാം പോയിടത്തൊക്കെയും യാഗപീഠം ഉണ്ടായിരുന്നു. इसके लिए हम उसका एक छाया के रूप में हम देखते हैं. पुराने नियम में अब्राहम जिधर भी जाता था वो वेदी बांधता था. അതെ, അവിടെ യാഗം കഴിക്കുമായിരുന്നു. वहां पर वो बलि चढ़ाता था. അതെ, യാഗപീഠത്തിലെ ചാരമായിരുന്നു അബ്രഹാം കണ്ടിരുന്നത്. और वो वेदी में जो भस्म था उस पर उसके और वो देखता था. അതെ, യാഗപീഠത്തിലെ ചാരം വളരെ വിലയേറിയതാണ്. वेदी में जो भस्म है वो बहुत ही मूल्यवान है. അതെ, എന്റെ പാപമെല്ലാം വെന്തെരിഞ്ഞിരിക്കുന്നു, എന്റെ പാപത്തിന്റെ എല്ലാം അവസാനം വന്നിരിക്കുന്നു എന്നാണ് ചാരം വിളിച്ചറിയിക്കുന്നത്. क्योंकि वो भस्म ये गवाही देता है कि मेरा जीवन का सारा पाप जलकर राख होकर खत्म हो गया है. അതെ, അപ്പോഴാണ് ചാരത്തിലേക്ക് നോക്കിയ അബ്രഹാമിന്റെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചു. और फिर इस तरह भस्म की ओर नजर रखने वाला अब्राहम की नजरों को परमेश्वर ने उसको महिमादान किया. ആ ദൈവം കണ്ണുകളെ തുറന്നപ്പോൾ ആ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അബ്രഹാം ഒരു കാര്യം കണ്ടു. और परमेश्वर ने अब्राहम की आंखों को खोला. जब अब्राहम की आंखें खुल गया तब अब्राहम ने विश्वास से एक बात को देखा. അതെ, അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. वो इब्रानियों को पुस्तक 11 का 9 में पढ़ते समय में हम देख सकते हैं. അതെ, ഇങ്ങനെയാണ്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തെ ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. 9 और 10 पढ़े. विश्वास ही से उसने प्रतिज्ञा किए हुए देश में जैसे पराये देश में परदेशी रहकर इसहाक और याकूब समेत जो उसके साथ उसी प्रतिज्ञा के वारिस थे तंबुओं में वास किया, क्योंकि वह स्थिर नेव वाले नगर की बात जोता था जिसका रचने वाला और बनाने वाला परमेश्वर है. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രൂശിലേക്ക് നോക്കുന്ന ഒരുവന്റെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കും. इसलिए क्रूस की ओर जो देखता है प्रभु उसका आंखों को प्रकाशमय करता है. അവന്റെ ദർശനത്തിന് വ്യത്യാസം വരുത്തും. उसका नजरिया को और दर्शन में फर्क लाता है. അത് മറ്റൊന്നുമല്ല, ദൈവം ഏറ്റവും വിലയേറിയതിനെ തന്നാണ് എന്നെ സ്നേഹിച്ചത്. और वो कुछ नहीं, परमेश्वर ने जो सबसे मूल्यवान चीज को देखकर या व्यक्ति को देखकर हमें बचाकर हमें उद्धार दिया. തന്നെയുമല്ല, എന്നെ സ്വർഗീയ കാര്യങ്ങൾക്കാണ് അവകാശിയാക്കിയിരിക്കുന്നത്. और उतना ही नहीं, मुझे स्वर्गीय बातों में उन्होंने मुझे विरास का हकदार बनाया. അതെ, തീർന്നു പോകാത്തതും നിത്യമായതുമായ അവകാശത്തിനാണ് എന്നെ ദൈവം യോഗ്യനാക്കിയിരിക്കുന്നത്. एक ऐसा विरास, एक ऐसा धन जो कभी खत्म नहीं होता और जो सदा टिका रहता है, उस तरह का विरास का मुझे भागी बनाया. അതെ, പഴയ നിയമ വിശുദ്ധന്മാര് തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, 10:34 അവര് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് അവർക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും അവര് സന്തോഷത്തോടെ സഹിച്ചു എന്നാണ്. तो वहां पर हम देखते हैं कि उसका 34 पढ़ना 10 का, क्योंकि तुम 11:34 ആണോ? അതെ, 10:34 എബ്രായ ലേഖനം 10-ാം അധ്യായം 34-ാം വാക്യം. क्योंकि तुम कैदियों के दुख में भी दुखी हुए और अपनी संपत्ति भी आनंद से लूटने दी. अपना संपत्ति भी आनंद से लूटने दी. बोले प्रभु का वो लोग ने दर्शन देखने की वजह से उनका संपत्ति भी लूट गया, वो भी आनंद से वो लोग लूटने दिया. ഓക്കെ, കാരണം എന്താണ്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ട് എന്നവർ കണ്ടു. ये संपत्ति लूटने के लिए क्यों उन लोग आनंदित हुआ? क्योंकि उन लोग जानते थे कि स्वर्ग में उनका असली संपत्ति और धन है. അപ്പോൾ ക്രൂശിലേക്ക് നോക്കുന്ന ഒരുവനെ ദൈവം നിത്യമായ കാര്യങ്ങളിലേക്കാണ് നയിക്കുന്നത്. इसके लिए क्रूस की ओर जो देखता है, परमेश्वर उनका नजरिया को अनंतता की ओर जोड़ता है. അതാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. इसके लिए हम लोग रोमियो का पुस्तक में हम पढ़ते हैं कि अगर जो प्रकट होने वाला महिमा के सामने तुलना करे तो ये जगत का कष्ट तो कुछ भी नहीं. ഓക്കെ, ഇവിടെ നാം കാണുന്നത് ക്രൂസിൽ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നാം വായിച്ച ആ കള്ളന്റെ അടുക്കിലേക്ക് നാം വീണ്ടും നോക്കുമ്പോൾ ഒരു കാര്യം കാണുന്നത്,
ദൈവം തെരഞ്ഞെടുത്തവർ നമുക്ക് ചുറ്റുപാടുമുണ്ട്. तो इस तरह जब हम लोग वापस लूका 23 में वापस आते समय में वो चोर का अवस्था को पढ़ते समय में हम एक बात देखते हैं कि प्रभु ने चुने हुए लोग भी हमारे बीच में है. അതെ, ഈ ക്രൂശിലെ കള്ളനും ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടവനായിരുന്നു. क्योंकि वो क्रूस में जो टंगा हुआ एक चोर वो भी प्रभु का इच्छा के अनुसार वो प्रभु का प्लानिंग में था. അതെ, ഇതുപോലെ നമുക്ക് ചുറ്റും അതെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പെട്ടവരുണ്ടായിരിക്കാം. इस तरह हमारे आसपास में भी प्रभु के चुने हुए लोग हो सकता है. അതെ, അവര് നമ്മോട് കൂടെ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, അവര് ദുഷ്ടന്മാരായിരിക്കും. और वो शायद हो सकता है कि वो लोग हमारे साथ काम करते होंगे और शायद दुष्ट लोग भी हो सकते हैं. നമ്മുടെ അയൽവക്കത്തുള്ളവരായിരിക്കാം, അവര് വക്രതയുള്ളവരായിരിക്കും. हमारे पड़ोसी हो सकते हैं जो हमारे खिलाफ कार्य करते हो सकते हैं. അതെ, ഹെരോദാവിനെ പോലെ പീലാത്തോസിനെ പോലെയും നമ്മെ ഉപയോഗിച്ച് അവര് കാര്യം കാണുന്നവരായിരിക്കും. और जैसा हेरोदोस और हीरोदोस और पिलातोस अपने काम के फायदे के लिए यीशु को फंसाया, इस्तेमाल किया, वैसा हमारे साथ भी कर सकते हैं. അതെ, ഈ സമയത്താണ് നാം ക്രൂസിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. परंतु ऐसे सब समयों में हम क्रूस की ओर देखते समय में एक बात का स्पष्टता हमें मिलता है. ഒരുപക്ഷെ ഈ വ്യക്തിയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ടവനായിരിക്കാം. शायद ऐसा हो सकता है कि ये व्यक्ति भी प्रभु के इच्छा में और प्लानिंग के हिसाब से शायद ये व्यक्ति चुना हुआ व्यक्ति हो सकता है. അവര് എപ്പോഴാണ് അവർ രക്ഷിക്കപ്പെടുന്നത് നമുക്കറിയില്ല. और हम ये बात नहीं जानते कि उसका उन लोगों का कब नया जन्म होगा. അത് അവരുടെ ഇടയിലാണ് നാം ജീവിക്കേണ്ട വിധമാണ് വായരും അതെ അനിന്യരും പരമാർത്ഥികളുമായി ജീവിക്കണം. और इस लोगों के सामने जब हम इस दुनिया में जीते समय में हम लोग निष्कलंक और निर्दोष रीति में कोमल रीति से हमें जीना है. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടെ വേണ്ടിയാണ്. പിന്നെ പറയാനുള്ളത് ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് കൂടെ വേണ്ടിയാണ്. आमीन. और ये सिर्फ हमारे लिए नहीं, दूसरों का उद्धार के लिए भी है. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നമ്മെ കുറിച്ച് ഒരു ദൈവീയ ഉദ്ദേശമുണ്ട്. इस तरह हमें परमेश्वर ने हमारे विषय में एक बहुत बड़ा परमेश्वर का इच्छा और उद्देश्य हमारे जीवन में भी है. അതെ, ഒരിക്കല് യെശയ്യാവ് ഇപ്രകാരം പറയുകയുണ്ടായി. एक बार यशायाह में इस तरह हम पढ़ते हैं. അത് എന്നെ ഒരു മൂർച്ചയുള്ള ഒരമ്പാക്കി, ഒരമ്പ് പോലെ എന്നെ ദൈവം തന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. यशायाह का पुस्तक में इस तरह पढ़ते हैं कि परमेश्वर ने मुझे एक तेजधार बाण के रूप में मुझे इस्तेमाल किया है. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കുക. യെശയ്യാവിന്റെ പുസ്തകം 49 അധ്യായം. यशायाह 49 में അതെ, 49 അധ്യായത്തിന്റെ 2 വാക്യം ഇങ്ങനെയാണ്. वाक्य 2 में हम इस तरह पढ़ते हैं. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. 2 पढ़ना. उसने मेरे मुंह की चौकी तलवार के समान बनाया और अपने हाथ के आड़ में मुझे छिपा रखा. उसने मुझको चमकीला तीर बनाकर अपने तरकश में गुप्त रखा. तीर. അപ്പോഴേ നമ്മുടെ വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ വളരെ വില. इसके लिए हमारा सभी बातें और हमारा जो भी कार्य है परमेश्वर की उपस्थिति में बहुत ही मूल्यवान है. ഇവിടെ പറയുന്ന ഒരു കാര്യം, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു എന്ന്. यहाँ पर हम पढ़ते हैं कि उन्होंने मुझे एक चमकता तीर बनाकर अपना तरकीश में मुझे गुप्त रखा. അതെ, അതായത് ഈ അമ്പ് ഉപയോഗിക്കുന്നത് वॉइस ब्रेक आया. അമ്പ് മീൻസ് ആരോ ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്ന ആള് എവിടെയാണെന്ന് ചിലപ്പോൾ കാണാൻ കഴിയില്ല. क्योंकि युद्ध भूमि में हम देखते हैं जो आदमी तीर इस्तेमाल करता है वो इस्तेमाल करते समय में कहां से वो इस्तेमाल करेगा तीर को कोई जानता नहीं. എന്നാൽ അതിന്റെ യജമാനൻ, അതിന്റെ ഉടമസ്ഥൻ അത് ോടുകൂടിയാണ് അമ്പയക്കുന്നത്. और ये जो मालिक है, जो तीरबाज है, जो इस्तेमाल करता है, बहुत ही गुप्त से वो बेचता है. അതെ, അത് ചെല്ലുന്നിടത്ത് ഒരു റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും.
और जब वो तीर को फेंकते समय में उसका एक लाभ भी होता है, मतलब उसका फल भी होगा। അത് ഇവിടെ പറയുന്നത് ഒരു മിനുക്കി അമ്പെന്നാന്ന് വെച്ചാൽ അത് ശരിയായി എക്യുപ്പായ അല്ലെങ്കിൽ തക്ക രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അമ്പാണ്. तो यहाँ पर हिंदी में पढ़ते समय में चमकीला तीर बोला है। चमकीला यानी कि उस तीर को अच्छी तरह से तैयार कर जिस उद्देश्य के लिए बनाया है वो उद्देश्य को पूरा करने के लिए ഇതുപോലെയാണ് तैयार किया हुआ നമ്മെ तीर है। രക്ഷിച്ചു. इस तरह प्रभु ने हमें भी तैयार किया। അതെ, നാം അന്ധകാരത്തിലായിരുന്നു, എന്നാൽ നമ്മെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. हम लोग भी एक समय में अंधकार में थे, लेकिन प्रभु ने हमें ज्योति में लेकर आया। മരണത്തിലായിരുന്നു, നമ്മളെ ജീവനിലേക്ക് കൊണ്ടുവന്നു. हम मृत्यु में थे और जीवन में लेकर आया। നമുക്ക് നിത്യമായ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നു. और हमें अनंतता के बातों का आशा के विषय में हमें उसमें जोड़ दिया। അതെ, നമ്മുടെ ആത്മാവിനെ വീണ്ടും ജനിപ്പിച്ച് ആത്മാവില് അന്തർജ്ഞാനം, മനസാക്ഷി, കൂട്ടായ്മ ഇങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. और हमारे आत्मा में हमारा अंतर्ज्ञान, हमारी संगति और में हमें प्रभु की उपस्थिति में प्रभु ने और विवेक में ये तीनों बातों में प्रभु रिश्ता जोड़ा। അതെ, ഇങ്ങനെ ദൈവം നമ്മളെ ഒരുക്കുന്നത് തക്ക സമയത്ത് നമ്മെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. और प्रभु हमें इस रीति से हमें तैयार कर रहा है, हमें चमकीला बना रहा है ताकि सही समय में हम लोग उपयोगी हो सके। അതെ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, दूसरों का उद्धार के लिए। നമ്മുടെ കർത്താവ് അത് കാണിച്ചു തന്നു. और हमारा प्रभु ने वो रास्ता दिखाया हमको। അതെ, ഏറ്റവും വേദനയുള്ള സമയമായിരുന്നു ക്രൂസിലെ മരണം. और क्रूस का मृत्यु सबसे दर्द देने वाला अवस्था था। അത് നമ്മുടെ എല്ലാവരുടെയും പാപവും അതിന്റെ ശിക്ഷയും പിതാവ് പുത്രന്റെ മേൽ ചുമത്തിയ സമയമായിരുന്നു. क्योंकि वो ऐसा एक घड़ी था जहाँ पर परमेश्वर ने हम सभी लोगों का पाप और हम सभी लोगों का सजा और दंड पुत्र के ऊपर डाल दिया। ഈ സമയത്താണ് രണ്ട് കള്ളന്മാര് കർത്താവിനെ പരിഹസിച്ചത്. और ऐसे समय में था वो दोनों चोर लोगों ने प्रभु का भी ठट्टा उड़ाया। എന്നാൽ കർത്താവ് അവന്റെ ശബ്ദം കേട്ടു. लेकिन प्रभु ने उनका बातें सुना। അതെ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നുള്ള ആ ശബ്ദം കർത്താവ് സ്വീകരിച്ചു. और आखिरी में जब वो उसमें से एक चोर बन फिरकर बोलता है कि प्रभु तू जब राज्य में आएगा तो मुझे भी याद करना करके बोलते समय में उस जवाब को प्रभु ने मान लिया और स्वीकारा। അവന്റെ വിശ്വാസത്തെ കർത്താവ് മാനിച്ചു. उसका विश्वास को प्रभु ने इज्जत दिया। അതെ, ഇതാണ് ഇതിനു വേണ്ടിയാണ് ഇതുപോലെ ഒരു മാതൃകയാണ് നമുക്കും പിന്തുടരുവാനുള്ളത്. इस तरह का एक आदर्श है जिसको हमें भी पीछे होना है। അതിനുവേണ്ടിയാണ് ഈ അന്ത്യകാലത്ത് വക്രതയും ദുഷ്ടതയും പെരുകി വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. क्योंकि अभी हम लोग ऐसा दुनिया में जी रहे हैं जहाँ पर दुष्टता और भ्रष्टता बढ़ते जा रहा है। അതെ, വിശേഷിച്ച് ആത്മീയ ക്രിസ്ത്യൻഡം അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളം തന്നെ ആകപ്പാടെ അധർമ്മം കൊണ്ട് നിറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. खास रीति से हम एक ऐसा मसीह समूह में जी रहे हैं जहाँ पर पूरा मसीह समूह ही भ्रष्ट और हटीला होते जा रहा है। പല കാരണങ്ങളാൽ നാം ക്ഷീണിച്ചു പോകും. बहुत से बातों में हम लोग निराश होकर थक जाते हैं। ക്ഷീണിച്ചു പോകുമ്പോൾ നമുക്ക് നോക്കാൻ ഒരിടമുണ്ട്. परंतु थक जाने के बावजूद भी हमें देखने के लिए जगह है। അതെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിങ്കലേക്കാണ് നാം നോക്കേണ്ടത്. वो क्रूस पे चढ़ा हुआ मसीह की ओर हमें देखना है। അതെ, അവിടെ നോക്കുമ്പോൾ അതെ മരണം മാത്രമല്ല പുനരുത്ഥാനവും തേജസ്കരണവും നമുക്ക് കാണാൻ കഴിയും. और वहां पर केवल मृत्यु ही नहीं बल्कि पुनरुत्थान और स्थानारोहण और अधिकार में जो प्रभु बैठा है वो सब बातें दिखता है। അതെ, ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കണ്ടാണ് ചിലര് കൂടെ കർത്താവിലേക്ക് വരുന്നത്. और इस तरह हम लोग इस दुनिया में जीते समय में हमारा जीवन को देखकर लोग मसीह में आता है। അപ്പോഴാണ് ഒരു മിനുക്കി അമ്പ് പോലെ നാം പ്രയോജനമുള്ളവരായി തീരുന്നത്. इस तरह एक चमकीला तीर के समान या तैयार किया हुआ तीर के समान हम लोग उपयोगी होते हैं। ഈ അന്ത്യകാലത്ത് നമ്മെ അതിനു വേണ്ടി വെച്ചിരിക്കുകയാണ്. ये अंतिम समय के लिए प्रभु ने हमें संभाले रखा है। അതെ, നമുക്ക് ക്രൂസിലേക്ക് നോക്കാം. इसके लिए आओ हम लोग सब लोग क्रूस की ओर देखें। നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനുമാണ്, നമ്മുടെ നല്ല മാതൃകയുമാണ്. हमारा प्रभु यीशु मसीह हमारे बहुत अच्छा उद्धारकर्ता भी है और हमारे लिए एक आदर्श भी है। അതെ, നമ്മുടെ സ്വർഗീയ പിതാവ് നിത്യമായ അനുഗ്രഹങ്ങളുടെ വാഗ്ദത്തങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. और हमारा स्वर्गीय पिता ने हमें अनंतता का वाचा को बांध कर हमारे लिए विरासत तैयार करके रखा है।
ഓക്കെ, നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ മേൽ മുറുകെ പിടിക്കാം. इसलिए आओ प्रभु ने हमारे साथ जो वाचा वादा है और जो प्रतिज्ञा दिया है उस पर विश्वास करके जिए. ക്ഷീണിച്ച് മടുക്കാനിടയാകരുത്. थक कर निराश ना हो जाए. ഓക്കെ, ഈ സംഭവത്തെ ഇതുപോലെ ക്രൂസിൽ വെച്ച് സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതം കണ്ട് ചിലർക്ക് കൂടെ മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവം കാരണമാക്കി തീർക്കട്ടെ. और क्रूस में जैसा प्रभु के साथ हुआ उस तरह हमारा जीवन को भी देखकर लोग मन फिरे और प्रभु की ओर आए, ऐसा प्रभु हमें इस्तेमाल करे. ഓക്കെ, നമുക്ക് വിശ്വാസത്തിന്റെ നായകന്റെ മുഖത്തേക്ക് നോക്കാം. इसलिए आओ हम लोग विश्वास का कर्ता के चेहरे की ओर देखें. ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु सबका सहायता करे. Praise the Lord. Praise the Lord.